മക്കയുടെ തിരക്കിനിടയിൽ സഫാമലയുടെ സമീപം ഒരു വീട്, അതാണ് ദാറുൽ അർക്കം. അവിടെ ഒരു ചരിത്രം എഴുതപ്പെടുകയായിരുന്നു. അവിടെ ഒത്തുകൂടിയവർ കുറച്ചുപേർ മാത്രം. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ സത്യമുണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ചത് ഭയത്തിൽ ജീവിക്കരുതെന്ന്. അവിടെ വായിക്കപ്പെട്ടത് മനുഷ്യനെ മാറ്റുന്ന വചനങ്ങൾ. ആ വീട്ടിലേക്ക് ഒരാൾ വരികയായിരുന്നു. ഉയരമുള്ള, ദൃഢനിശ്ചയമുള്ള, മക്ക ഭയപ്പെട്ട മനുഷ്യൻ ഉമർ. ഇപ്പോൾ ഉമർ ശത്രുവായിട്ടല്ല വരുന്നത്, ഒരു പുതിയ തീരുമാനവുമായിട്ടാണ്. ദാറൽ അർഖത്തിന്റെ വാതിൽ മറ്റൊരധ്യായം തുറക്കാൻ തയ്യാറായി. അവിടെ കൂടിയിരുന്നവർക്ക് സംശയം, ഇയാൾ ശത്രുവായിട്ടാണോ ഇവിടെ വരുന്നത്? ഉമർ ശാന്തനായി അവരോട് ചോദിച്ചു, മുഹമ്മദ് എവിടെയാണ്? ആവശ്യമെന്താണെന്നും ചോദിച്ചു. ഞാൻ സത്യത്തെ കേൾക്കാൻ വന്നിരിക്കുന്നു. എന്റെ മനസ്സ് നിങ്ങളുടെ ആശയത്തോടടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് കൂടുതൽ അറിയണം. നിങ്ങൾ എന്നെയും അറിയണം. എന്നെ സ്വീകരിക്കണം. അത് മുഹമ്മദിന്റെ സാന്നിധ്യത്തിലാവണം. ഇത് കേട്ടയുടൻ ഒരാൾ ഖുർആനിന്റെ ചില വരികൾ പാരായണം ചെയ്യാൻ തുടങ്ങി. ദാറൽ അർഖത്തിന്റെ ആ ചെറുമുറിയിൽ എല്ലാവരും നിശ്ചലമായി നിന്നു. ഉമർ വീണ്ടും ചോദിച്ചു, മുഹമ്മദ് എവിടെയാണ്? ഒരാൾ ഉമറിനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർ തമ്മിൽ കണ്ടു, എല്ലാം സംസാരിച്ചു. അവിടെ വെച്ചുതന്നെ ഒരു പ്രഖ്യാപനവും നടത്തി. അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന്.